ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും LGS PQ പർവ്വത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യ പേപ്പറുകളും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ്. കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സമരങ്ങൾ സ്ഥിരമായിട്ട് LGS OA പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു മേഖലയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സമരങ്ങൾ, ആ മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ് ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ നിന്ന് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് അതിലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മുടെ ലക്ഷ്യ കേരള ലേണിംഗ് ആപ്പിൽ LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നൽകുന്ന ഓൺലൈൻ കോഴ്സാണ് LGS ജ്വാല. LGS പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ്. ഞങ്ങളുടെ യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഞങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. LGSന്റെ മുഴുവൻ സിലബസും SCRTയിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ക്ലാസ് ആണ് LGS ജ്വാല. നമ്മുടെ ആപ്പിന്റെ ലിങ്കും കോൺടാക്ട് നമ്പറും കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ശരി, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് എന്നാണ് ചോദ്യം. വളരെ റെഗുലറായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യം ഇവിടെ ഉൾപ്പെടുത്തിയത് നമുക്കൊരു പ്രധാനപ്പെട്ട മേഖല പഠിക്കാൻ വേണ്ടിയാണ്. ചോദ്യം എന്താണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്നാണ് ചോദ്യം. മലബാർ കലാപം, ആറ്റിങ്ങൽ കലാപം, അഞ്ചുതങ്ങ് കലാപം, പൂക്കോട്ടൂർ കലാപം. ഇത് ഏത് പരീക്ഷയ്ക്കാണ് ചോദിച്ചത്? ഫീൽഡ് വർക്കർ ഹെൽത്ത് സർവീസ് കഴിഞ്ഞ ജൂലൈയിൽ നടന്ന പരീക്ഷയായിരുന്നു. ഇതിന്റെ ശരിയായ ഉത്തരം ആറ്റിങ്ങൽ കലാപമാണ്. അതായത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപം എന്ന് നിങ്ങൾ ഉത്തരം എഴുതണം. എന്നാൽ ഒരു LGS പരീക്ഷയ്ക്കോ OA പരീക്ഷയ്ക്കോ നിങ്ങൾ പോകുമ്പോൾ ആറ്റിങ്ങൽ അഞ്ചുതങ്ങ് കലാപങ്ങളെ കുറിച്ച് ഒരു 10 പോയിന്റ് നല്ലതായി അങ്ങ് പഠിച്ചിട്ട് പോയാൽ മതി. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് ചർച്ച ചെയ്യാം. കേരളത്തിൽ ബ്രിട്ടീഷുകാരെത്തുന്നത് 17-ാം നൂറ്റാണ്ടോട് കൂടിയാണ്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വൃത്തിയായി ഈ പോയിന്റ് നൽകിയിരിക്കുന്നു. അതായത് കേരളത്തിൽ ബ്രിട്ടീഷുകാർ എത്തുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? തെറ്റിക്കരുത്, 17-ാം നൂറ്റാണ്ടിലാണ്. വ്യാപാര ആവശ്യത്തിന് വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ എത്തുന്നത്. വ്യാപാര ആവശ്യത്തിനായി എത്തിയ ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യം ചെയ്തത് അവരുടെ സംഭരണശാലകൾ അഥവാ പണ്ടകശാലകൾ ഉണ്ടാക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. പണ്ടകശാല അല്ലെങ്കിൽ സംഭരണശാല ഉണ്ടാക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അതായത് വ്യാപാര വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിനുള്ള പണ്ടകശാലകൾ. അതിൽ നിന്ന് PSCക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം, ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ പണ്ടകശാല കേരളത്തിൽ എവിടെയാണ്? പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ ക്ലാസ് കാണുന്ന ആരും ഇനി തെറ്റിക്കരുത്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ പണ്ടകശാല വിഴിഞ്ഞം എന്ന സ്ഥലത്താണ്. വിഴിഞ്ഞം, തെറ്റിക്കേ ചെയ്യരുത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ അവരുടെ ആദ്യത്തെ പണ്ടകശാല സ്ഥാപിച്ചത് എവിടെ? വിഴിഞ്ഞത്താണ്. പിന്നീട് തലശ്ശേരി, ആറ്റിങ്ങൽ, അഞ്ചുതങ്ങ് എന്നീ പ്രദേശങ്ങളിൽ കൂടി ബ്രിട്ടീഷുകാർ പ്രധാനപ്പെട്ട പണ്ടകശാലകൾ സ്ഥാപിച്ചു. ആ പണ്ടകശാലകളിൽ ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും പ്രാധാന്യം തോന്നിയ പണ്ടകശാല അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അഞ്ചുതെങ്ങ്. പണ്ടകശാല എന്ന് ഉദ്ദേശിക്കുന്നത് സംഭരണശാലയാണ്, വാണിജ്യ വ്യാപാര വസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലം. ആ പണ്ടകശാല ആദ്യം സ്ഥാപിക്കുന്ന വിഴിഞ്ഞത്താണെങ്കിലും ബ്രിട്ടീഷുകാർ ഏറ്റവും പ്രാധാന്യം നൽകിയിരുന്ന പണ്ടകശാല അഞ്ചുതെങ്ങാണ്. തുടർന്ന് ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ കോട്ട പണിയെഴുപ്പിക്കുന്നു. അഞ്ചുതെങ്ങിൽ പണ്ടകശാലയോടൊപ്പം അവർ എന്ത് പണിയെഴുപ്പിക്കുന്നു? കോട്ട. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, വൃത്തിയായി പഠിച്ചോ, ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണികഴിപ്പിച്ച ആദ്യത്തെ കോട്ട ഏതാണ്? തെറ്റിക്കേ ചെയ്യരുത്, കൃത്യമായി പഠിച്ചോളുക. അഞ്ചുതെങ്ങ് കോട്ട. കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച ആദ്യത്തെ കോട്ടയുടെ പേര് അഞ്ചുതെങ്ങ് കോട്ട. ഇനി കൺഫ്യൂസിംഗ് ഫാക്റ്റ് ആണ്, ആദ്യത്തെ പണ്ടകശാല ചോദിച്ചാൽ വിഴിഞ്ഞം എഴുതണം, തെറ്റിക്കേ ചെയ്യരുത്. എന്നാൽ ആദ്യത്തെ കോട്ട ചോദിച്ചാൽ ഏത് കോട്ടയാണ്? അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിലാണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുവാദം നൽകിയത് ഉമയമ്മ റാണി എന്ന ഭരണാധികാരിയാണ്. ഉമയമ്മ റാണി എന്ന ഭരണാധികാരി അഞ്ചുതെങ്ങ് കോട്ട അവർ പണിയെഴുപ്പിച്ചു. അഞ്ചുതെങ്ങ് കോട്ടയുടെ മേധാവിയായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് പരീക്ഷയ്ക്ക് ചോദിക്കും ഗിഫോർഡ്. തെറ്റിക്കരുത്. എന്താണ്? ഗിഫോർഡ് എന്നാണ് അഞ്ചുതെങ്ങ് കോട്ടയുടെ മേധാവിയായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര്. അങ്ങനെ അഞ്ചുതെങ്ങിൽ
താവളമുറപ്പിച്ച ബ്രിട്ടീഷുകാർ വേണാട് എന്ന രാജ്യത്തിലെ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക സ്വന്തമാക്കി. അതായത് കർഷകരിൽ നിന്ന് കുരുമുളക് വാങ്ങി പുറം രാജ്യങ്ങളിലേക്ക് വ്യാപാരം ചെയ്യാനുള്ള കുത്തക ആര് സ്വന്തമാക്കി? ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. ആർക്ക് അടിപറ്റി? പ്രാദേശികവാസികളായ കച്ചവടക്കാർക്ക് അടിപറ്റി. അതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് അഞ്ചുതെങ്ങ് കലാപം എന്നറിയപ്പെടുന്നത്. ഞാൻ എടുത്തു പറയുന്നു, ആറ്റിങ്ങൽ കലാപം അല്ല, അഞ്ചുതെങ്ങ് കലാപം. നിങ്ങൾ എഴുതുന്ന പരീക്ഷയിൽ ചോദ്യം വരും, അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. മനസ്സിരുത്തി പഠിക്ക്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ഈ അഞ്ചുതെങ്ങ് കലാപത്തിന്റെ കാരണം ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇവിടെ എഴുതുന്നത്. കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണമായത്. കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണമായത്. പക്ഷേ ഈ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയുണ്ടായി. വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഏത് കലാപം നടക്കുന്നത്? ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ച് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നമ്മൾ ഇപ്പൊ പരിചയപ്പെട്ട ചോദ്യം തന്നെയാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. തെറ്റിക്കരുത്, ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ മാസം 15-നാണ്. ആറ്റിങ്ങൽ കലാപം ഏത് വർഷമാണ്? 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തിന് 3 കാരണങ്ങളാണ് ഉള്ളത്. ആ 3 നിങ്ങൾ ഒരു തവണ വ്യക്തമായി കേട്ടാൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ തെറ്റില്ല. ഒന്നാമത്തെ കാരണം ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേണാട്ടിലെ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. ആ കുത്തക സ്വന്തമാക്കിയതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് അഞ്ചുതെങ്ങ് കലാപം. എന്നാൽ കുരുമുളക് വിലയിൽ ബ്രിട്ടീഷുകാര് കൃത്രിമത്വം കാണിച്ചത് ഒരു കാരണം. കുരുമുളകിന്റെ വിലയിൽ കൃത്രിമത്വം കാണിച്ചത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഗിഫോർഡിന്റെയും മറ്റു ഇംഗ്ലീഷ് വ്യാപാരികളുടെയും അന്യായമായ ഭരണം അല്ലെങ്കിൽ അഴിമതി ഭരണം. ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് വ്യാപാരികളുടെ അന്യായ ഭരണം. പിന്നെ ഒരു പോയിന്റും കൂടെ ഞാൻ ഇവിടെ എഴുതുന്നു, മനസ്സിലാവാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് എഴുതാം. പാരിതോഷിക വിഷയം. എന്താണ് പാരിതോഷിക വിഷയം? സിമ്പിൾ ആണ്. വേണാട്ടിൽ ഭരണാധികാരിക്ക് എന്തെങ്കിലും പാരിതോഷികം വ്യാപാരികൾ കൊടുക്കണമെങ്കിൽ അത് ഇടനിലക്കാരായ പ്രഭുക്കന്മാരിലൂടെ മാത്രമേ ഭരണാധികാരിക്ക് കൊടുക്കാൻ പറ്റുള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വ്യാപാരം ചെയ്യുന്ന ആളാണ്, എനിക്ക് ഒരു പാരിതോഷികം ഇവിടുത്തെ ഭരണാധികാരിക്ക് കൊടുക്കണമെങ്കിൽ എനിക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. പകരം ഈ നാട്ടിലുള്ള പ്രഭുക്കന്മാരുടെ കയ്യിൽ ഞാൻ കൊടുക്കണം. അവരത് മഹാരാജാവിനോ അല്ലെങ്കിൽ റാണിക്കോ ഏൽപ്പിക്കും. അതായത് ഇടനിലക്കാരുണ്ടായിരുന്നു. ഈ സിസ്റ്റത്തിനോട് ബ്രിട്ടീഷുകാർക്ക് വിയോജിപ്പാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ പറഞ്ഞത്, ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഞങ്ങൾ നേരിട്ട് കൊടുക്കും, ഇടനിലക്കാരുടെ ആവശ്യം ഇല്ല. ഈ 3 വിഷയങ്ങളാണ് ആറ്റിങ്ങൽ കലാപത്തിന് കാരണമായത്. പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് വൃത്തിയായി പഠിക്കുക. കുരുമുളകിന്റെ വിലയിൽ കൃത്രിമത്വം കാണിച്ചത് റീസൺ നമ്പർ 1. ഗിഫോർഡിന്റെയും ഇംഗ്ലീഷ് വ്യാപാരികളുടെയും അന്യായ ഭരണം റീസൺ നമ്പർ 2. പാരിതോഷിക വിഷയം റീസൺ നമ്പർ 3. പാരിതോഷിക വിഷയം ഞാൻ വ്യക്തമായി പറഞ്ഞു. ഇടനിലക്കാരായ പ്രഭുക്കന്മാരിലൂടെ പാരിതോഷികവും കപ്പവും കൊടുക്കാൻ ബ്രിട്ടീഷുകാർ വിസമ്മതിച്ചതാണ് 3ാമത്തെ കാരണം. ഇതിനെ തുടർന്നാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഈ കാരണങ്ങൾ കൊണ്ടാണ് ആറ്റിങ്ങൽ കലാപം നടന്നത്. കൊട്ടാരത്തിലേക്ക് പോയ ബ്രിട്ടീഷുകാരെ പ്രാദേശികവാസികളായ പ്രഭുക്കന്മാരുടെ നേതൃത്വത്തിൽ ആക്രമിക്കുന്നു. ആ ആക്രമണത്തിൽ 140 പേര് കൊല്ലപ്പെടുന്നു. ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 140 ആണ്. ഇത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായി കണക്കാക്കുന്നു. ഈ കലാപത്തെ തുടർന്ന് അഞ്ചുതെങ്ങ് കോട്ടയുടെ പ്രവർത്തനം പ്രാദേശികവാസികൾ പിടിച്ചെടുക്കുന്നു. അങ്ങനെ അഞ്ചുതെങ്ങ് കോട്ടയിൽ പ്രാദേശികവാസികൾ കടന്നു കയറുന്നു. തുടർന്ന് തലശ്ശേരിയിൽ നിന്നും സൈന്യം എത്തിയാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, എവിടെ നിന്നെത്തിയ സൈന്യം ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തി കോട്ട തിരിച്ചു പിടിച്ചു? ഇത് എവിടെ നിന്നെത്തിയാണ്? തലശ്ശേരിയിൽ നിന്നെത്തിയ സൈന്യം. പ്രീവിയസ് ക്വസ്റ്റ്യൻ, എവിടെ നിന്നെത്തിയ സൈന്യം? തലശ്ശേരിയിൽ നിന്നെത്തിയ സൈന്യം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. നമുക്കിനി കഥ പോലെ ഒന്ന് പഠിക്കാം. കഥയൊന്നോർത്തോ, തെറ്റിക്കരുത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ എത്തുന്നത് 17-ാം നൂറ്റാണ്ടോടു കൂടിയാണ്. പഠിച്ചു.
അവരുടെ ആദ്യത്തെ പണ്ടകശാല പണി കഴിപ്പിച്ചത് വിഴിഞ്ഞത്താണ്. എന്നാൽ അവരുടെ ആദ്യത്തെ കോട്ട പണി കഴിപ്പിച്ചത് ചിറയൻകീഴ് താലൂക്കിലെ അഞ്ചുതെങ്ങ് എന്ന സ്ഥലത്താണ്. അഞ്ചുതെങ്ങ് കോട്ട. അഞ്ചുതെങ്ങ് കോട്ടയുടെ മേധാവിയായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് ഗിഫോർഡ് ആണ്. ഗിഫോർഡും ഇംഗ്ലീഷ് വ്യാപാരികളും ചേർന്ന് വേണാട്ടിലെ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക പിടിച്ചെടുത്തതിനെ തുടർന്ന് ഉണ്ടായ ജനകീയ മുന്നേറ്റം അഞ്ചുതെങ്ങ് കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിതമായ ഒരു കലാപം നടക്കുന്നു. അതിന്റെ പേര് ആറ്റിങ്ങൽ കലാപം എന്നാണ്. 1721 ഏപ്രിൽ 15. എഴുതി പഠിച്ചോളുക. പുതിയ കുട്ടികൾ ഈ ക്ലാസ് കാണുന്നുവെങ്കിൽ എഴുതി പഠിച്ചോളുക. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. 3 റീസൺസേ ഉള്ളൂ. കുരുമുളക് വിലയിൽ കൃത്രിമത്വം കാണിച്ചത്, ഗിഫോർഡിന്റെയും ഇംഗ്ലീഷ് വ്യാപാരികളുടെയും അന്യായ ഭരണം, പാരിതോഷിക വിഷയം എന്താണെന്ന് ഞാൻ വ്യക്തമായി പഠിപ്പിച്ചു. 140 ഇംഗ്ലീഷുകാർ കൊല്ലപ്പെട്ടു. തലശ്ശേരിയിൽ നിന്നെത്തിയ സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. തെറ്റിക്കേ ചെയ്യരുത്. ഓക്കെ, അപ്പോ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ഓക്കെ, അടുത്ത ചോദ്യം, വീര കേരള സിംഹം. പോയിന്റ് ശ്രദ്ധിച്ചോ. വീര കേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെ? കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരെ? വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യമാണ്. പഴശ്ശിരാജ. അപ്പൊ നമ്മൾ OALGS പരീക്ഷയുള്ള ഒരു മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഒരു മേഖലയാണ് പഴശ്ശിരാജ. ഞാൻ ഇനി പറയുന്ന 20 പോയിന്റ് വൃത്തിയായി പഠിച്ചാൽ LGS OA പരീക്ഷയിൽ നിങ്ങൾക്ക് പഴശ്ശിരാജയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ്, പഴശ്ശിരാജയുടെ മുഴുവൻ പേരെന്താണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പഴശ്ശിരാജാവിന്റെ മുഴുവൻ പേര്. എന്താണ് പേര്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ രാജവംശമാണ് കോട്ടയം രാജവംശം. പഴശ്ശിരാജയുടെ മറ്റു പേരുകൾ പരീക്ഷയ്ക്ക് ചോദിക്കേ. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നറിയപ്പെടുന്നു. എന്ത് പേരിലാണ്? പൈച്ചി രാജ. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ടു രാജ എന്നറിയപ്പെടുന്നു. കൊട്ടിയോട്ടു രാജ. പിന്നെ അതുപോലെ പുരളിശെമ്മൻ എന്നറിയപ്പെടുന്നു. പുരളിശെമ്മൻ. അതോടൊപ്പം സർദാർ KM പണിക്കർ അദ്ദേഹത്തെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചു. അതാണ് ഇവിടുത്തെ ചോദ്യം. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? പഴശ്ശിരാജ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ എന്ന സർദാർ കാവാലം മാധവ പണിക്കറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? പഴശ്ശിരാജ എന്നുള്ള യഥാർത്ഥ നാമത്തിനോടൊപ്പം ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു പുരളിശെമ്മൻ. KM പണിക്കർ വിളിച്ചത് കേരള സിംഹം എന്നാണ്. പഴശ്ശിരാജയും ബ്രിട്ടീഷുകാരും തമ്മിലാണ് പോരാട്ടങ്ങൾ നടന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പഴശ്ശി വിപ്ലവങ്ങളുടെ എണ്ണം 2. എത്ര പഴശ്ശി വിപ്ലവങ്ങളാണുള്ളത്? 2. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെ. അതായത് 18ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. 18ാം നൂറ്റാണ്ടിന്റെ അവസാനം, 1700 എന്ന് പറഞ്ഞാൽ 18ാം നൂറ്റാണ്ടിന്റെ അവസാനം. 1793 മുതൽ 1797 വരെ. പുതിയ കുട്ടികളൊക്കെ എഴുതി പഠിച്ചു തെളിയുക. 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്താണെന്ന് ചോദിക്കും. മലബാറിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ തെറ്റായ നികുതി പരിഷ്കരണം. മലബാറിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ തെറ്റായ നികുതി പരിഷ്കരണം. പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചോ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം മലബാറിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ തെറ്റായ നികുതി പരിഷ്കരണം. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1793 1797. തെറ്റായ നികുതി പരിഷ്കരണമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 തൊട്ട് 1805 വരെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം വയനാടാണ്. തെറ്റിക്കരുതേ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം വയനാടൻ മേഖല ബ്രിട്ടീഷുകാർ കയ്യേറാൻ ശ്രമിച്ചതാണ്. പൂർണ്ണമായിട്ട് ശ്രദ്ധിക്ക്. രണ്ടാമത്തെ പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം വയനാടൻ മേഖല ബ്രിട്ടീഷുകാർ കയ്യേറാൻ ശ്രമിച്ചത്. വയനാടിന്റെ മേലുള്ള തർക്കമാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണം. അപ്പൊ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1800 1805. പഴശ്ശിയുടെ പോരാളികൾ ആരൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. തലക്കൽ ചന്തു ആണ് ഒന്നാമത്തെ വ്യക്തി. ഇടച്ചേന കുങ്കൻ, ചെമ്പൻ പോക്കർ, ഉണ്ണി മൂസ ഇവരൊക്കെ ആയിരുന്നു
പഴശ്ശിയുടെ പോരാളികളിലെ പ്രധാനി. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് തലക്കൽ ചന്തു, ഇടച്ചേന കുങ്കൻ, ചെമ്പൻ പോക്കർ, ഉണ്ണിമൂസ തുടങ്ങിയവരൊക്കെ ആരുടെ സൈന്യത്തിലെ പ്രധാനികളായിരുന്നു? പഴശ്ശിരാജ. ഞാൻ ഈ പഠിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലൊന്ന് പറ, ഈ സ്ക്രീൻ നോക്കി നിങ്ങളൊന്ന് വായിക്ക്. തലക്കൽ ചന്തു, ഇടച്ചേന കുങ്കൻ, ചെമ്പൻ പോക്കർ, ഉണ്ണിമൂസ. ഒന്നുകൂടി മനസ്സിൽ വായിക്ക്. തലക്കൽ ചന്തു, ഇടച്ചേന കുങ്കൻ, ചെമ്പൻ പോക്കർ, ഉണ്ണിമൂസ. ഇവരെല്ലാം ചേർന്നാണ് പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. ഈ പഴശ്ശി വിപ്ലവത്തിനിടയിൽ കണ്ണൂരിലെ ഒരു കറുവാത്തോട്ടം നശിച്ചു. ആ കറുവാത്തോട്ടത്തിന്റെ പേര് അഞ്ചരക്കണ്ടി എന്നാണ്, തെറ്റിക്കരുത്. പഴശ്ശി വിപ്ലവങ്ങൾക്കിടയിൽ തകർന്നു പോയ ഏഷ്യയിലെ വലിയ കറുവാത്തോട്ടത്തിന്റെ പേര് അഞ്ചരക്കണ്ടി. അഞ്ചരക്കണ്ടി, അഞ്ചരക്കണ്ടി. കണ്ണൂരിൽ ഉണ്ടായിരുന്ന കറുവാത്തോട്ടം നശിച്ചു, അഞ്ചരക്കണ്ടി. അങ്ങനെ പഴശ്ശി രാജാവും ബ്രിട്ടീഷുകാരും തമ്മിൽ 2 ഘട്ടങ്ങളിലായി യുദ്ധങ്ങൾ നടന്നപ്പോൾ പഴശ്ശി രാജാവിനെ പിടികൂടാനെത്തിയ ബ്രിട്ടീഷ് കളക്ടറുടെ പേരാണ് TH ബാബർ. തെറ്റിക്കരുത്, TH ബാബർ. പഴശ്ശി രാജാവിനെ പിടിക്കാൻ നിയമിതനായ തലശ്ശേരിയിലെ കളക്ടർ ആരാണ്? TH ബാബർ എന്ന തോമസ് ഹാർവേ ബാബർ. പുതിയ കുട്ടികളെ എഴുതി പഠിക്കണേ, ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. തോമസ് ഹാർവേ ബാബർ, തോമസ് ഹാർവേ ബാബർ. എന്നാൽ പഴശ്ശി രാജാവിനെ പിടികൂടാൻ നിയമിതനായ സൈനിക തലവന്റെ പേര്, സൈനിക മേധാവിയുടെ പേര് തെറ്റിക്കരുത്, ആർത്തർ വെല്ലസ്ലി എന്നാണ്. ആർത്തർ വെല്ലസ്ലി. സൈനിക തലവന്റെ പേര് ആർത്തർ വെല്ലസ്ലി. സൈനിക തലവന്റെ പേര് മറന്നു വരുത്, ആർത്തർ വെല്ലസ്ലി. ആർത്തർ വെല്ലസ്ലി പഴശ്ശി രാജാവിനെ പിടികൂടാൻ ഉണ്ടാക്കിയ പോലീസ് സേനയുടെ പേരാണ് കോൽക്കാർ. ആർത്തർ വെല്ലസ്ലി പഴശ്ശി രാജാവിനെ പിടികൂടാൻ നിയമിച്ച സേന, പോലീസ് സേനയുടെ പേര് കോൽക്കാർ എന്നാണ്. ശക്തമായ പോരാട്ടങ്ങൾക്കൊടുവിൽ 1805 നവംബർ 30 പഴശ്ശി രാജാവ് അന്തരിച്ചു. പഴശ്ശി രാജാവ് അന്തരിച്ച ദിവസം 1805 നവംബർ 30. എഴുതി പഠിക്കുക. അദ്ദേഹം എവിടെ വെച്ച് വധിക്കപ്പെട്ടു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ചാണ് പഴശ്ശി രാജാവ് വധിക്കപ്പെട്ടത്. മാവിലത്തോട്, വയനാട്. മാവിലത്തോട്, വയനാട്. പഴശ്ശിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് മാനന്തവാടി എന്നാണ്, വയനാട്. പഴശ്ശിയുടെ പേരിൽ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹിൽ എന്ന സ്ഥലത്താണ്, കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിയുടെ പേരിൽ ഒരു ഡാം ഉണ്ട്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരിലെ വളപട്ടണം എന്ന പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. പഴശ്ശിയുടെ പേരിൽ ഒരു ഗുഹയുണ്ട്, പഴശ്ശി ഗുഹ. പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ ഉണ്ട്. ആ സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരൻ എന്ന സംവിധായകനാണ്. അതിന്റെ തിരക്കഥ രചിച്ചത് MT വാസുദേവൻ നായരാണ്. തലക്കൽ ചന്തു പഴശ്ശിരാജാവിന്റെ സന്തത സഹചാരിയും കുറിച്യരുടെ നേതാവായിരുന്നു. തലക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ പനമരം എന്ന സ്ഥലത്താണ്. ഇത്രയും ചോദ്യങ്ങളിലാണ് ഇതുവരെ നടന്ന LGS OA പരീക്ഷകളിൽ ആവർത്തിച്ച് പഴശ്ശിരാജയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കിനി കഥ പോലെ പഠിച്ചെടുക്കാം. പഴശ്ശി രാജാവിന്റെ മുഴുവൻ പേര് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്യോട്ട് രാജ എന്നും അറിയപ്പെട്ടിരുന്നു. പുരളിശെമ്മൻ എന്നറിയപ്പെട്ടതും പഴശ്ശിരാജയാണ്. സർദാർ കാവാലം മാധവ പണിക്കർ വീരകേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുമായിട്ടാണ് പോരാടിയത്. അദ്ദേഹത്തിന്റെ രാജവംശം കോട്ടയം ആയിരുന്നു. പഴശ്ശിയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പോരാട്ടങ്ങളെ പഴശ്ശി കലാപങ്ങൾ അഥവാ പഴശ്ശി സമരങ്ങൾ അഥവാ പഴശ്ശി വിപ്ലവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. പഴശ്ശി വിപ്ലവങ്ങളുടെ എണ്ണം 2. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം മലബാറിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ തെറ്റായ നികുതി പരിഷ്കരണങ്ങളായിരുന്നു. എന്നാൽ രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം വയനാടൻ മേഖലയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിരുന്നു. തലക്കൽ ചന്തു, ഇടച്ചേന കുങ്കൻ, ചെമ്പൻ പോക്കർ, ഉണ്ണിമൂസ തുടങ്ങിയ പോരാളികൾ പഴശ്ശിരാജയോടൊപ്പം ഉണ്ടായിരുന്നു. പഴശ്ശി വിപ്ലവങ്ങളിൽ കണ്ണൂരിലെ അഞ്ചരക്കണ്ടി എന്ന കറുവാത്തോട്ടം നശിച്ചുപോയി. പഴശ്ശിരാജയെ പിടികൂടാൻ നിയമിതനായ ബ്രിട്ടീഷ് കളക്ടറുടെ പേരാണ് TH ബാബർ എന്ന തോമസ് ഹാർവേ ബാബർ. സൈനിക മേധാവിയുടെ പേര് ആർത്തർ വെല്ലസ്ലി. കോൽക്കാർ എന്ന സൈന്യം ഉണ്ടാക്കിയത് ആർത്തർ വെല്ലസ്ലിയാണ്. വീരമൃത്യു വരിച്ചു 1805 5 നവംബർ 30. അദ്ദേഹം വധിക്കപ്പെട്ടത് വയനാട്ടിലെ മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ച്. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. അദ്ദേഹത്തിന്റെ പേരിലുള്ള മ്യൂസിയം ഈസ്റ്റ് ഹില്ല് കോഴിക്കോട്. പഴശ്ശിയുടെ പേരിലുള്ള ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂര് വളപട്ടണം. ഗുഹ മലപ്പുറം. കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരൻ. അതിന് തിരക്കഥ രചിച്ചത് MT വാസുദേവൻ നായർ. തലക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്
പനമരം, വയനാട്. ഈ 20 പോയിന്റ് ഷുവർ ഷോട്ടാണ്. ഒറ്റ പോയിന്റ് മറന്നു പോരുത്, കൃത്യമായി പഠിച്ചിട്ട് പോവുക. ശരി, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏത്? വേലുത്തമ്പി ആരായിരുന്നു എന്ന് നിങ്ങൾ ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാവും. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ വളരെ പ്രശസ്തനായ ദിവാൻമാരിൽ ഒരാളായിരുന്നു വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ നിങ്ങൾ ഒരു LGS പരീക്ഷയ്ക്ക് പോകുമ്പോൾ 15 പോയിന്റ് അങ്ങ് നല്ലതായിട്ട് പഠിച്ചിട്ട് പോയാൽ അതിൽ നിന്ന് തന്നെ മാർക്ക് വരും. ശ്രദ്ധിച്ച് കേക്ക്. വേലുത്തമ്പി ദളവയുടെ മുഴുവൻ പേര് പരീക്ഷയ്ക്ക് ചോദിക്കും. വേലായുധൻ ചെമ്പക രാമൻ തമ്പി എന്നാണ്. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നുള്ളത് വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമമാണ്. വേലായുധൻ ചെമ്പകരാമൻ തമ്പി. വേലുത്തമ്പി ദളവയുടെ ജന്മദേശം കൽക്കുളം, കന്യാകുമാരി ജില്ലയിൽ. കറക്റ്റ് സ്പോട്ട് തലക്കുളത്ത് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നറിയപ്പെടുന്നത് വേലുത്തമ്പി ദളവയാണ്. ഓപ്ഷനിൽ കൽക്കുളമേ കാണുള്ളൂ. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലെ ദിവാനാവുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് നാട്ടുകൂട്ടം ഇളക്കം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂർണ്ണമായിട്ട് ശ്രദ്ധിക്ക്. നാട്ടുകൂട്ടം ഇളക്കം എന്ന സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വേലുത്തമ്പി ദളവ. ഒരാളും തെറ്റിക്കരുത്. നാട്ടുകൂട്ടം ഇളക്കം എന്ന സംഭവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വേലുത്തമ്പി ദളവ. കാരണം വേലുത്തമ്പി തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ദളവയായിരുന്നു ജയന്തൻ ശങ്കരൻ നമ്പൂതിരി. പേര് മറന്നു പോരുത്, ജയന്തൻ ശങ്കരൻ നമ്പൂതിരി. ഇയാൾ ആ സമയത്തെ ദളവയാണ്. ഇദ്ദേഹത്തിന്റെ അഴിമതി കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ പേരൊന്ന് ശ്രദ്ധിച്ചു പഠിക്ക്. ജയന്തൻ ശങ്കരൻ നമ്പൂതിരി. അയാളെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് നാട്ടുകൂട്ടം ഇളക്കം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ വ്യക്തിയുടെ പേരെന്താണ്? ജയന്തൻ ശങ്കരൻ നമ്പൂതിരിപ്പാട്. പിൽക്കാലത്ത് വേലുത്തമ്പിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ് വേലുത്തമ്പി തിരുവിതാംകൂറിലെ ദിവാനായിട്ട് മാറി. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, വേലുത്തമ്പി ദളവ ഏത് രാജാവിന്റെ ദിവാനായിരുന്നു? പൂർണ്ണമായിട്ട് ശ്രദ്ധിക്ക്. തിരുവിതാംകൂറിലെ 3ാമത്തെ രാജാവായിരുന്ന അവിട്ടം തിരുനാളിന്റെ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിലെ 3ാമത്തെ രാജാവ്. ആദ്യം മാർത്താണ്ഡവർമ്മ, 2ാമത് ധർമ്മരാജ, 3ാമത്തെ രാജാവ് അവിട്ടം തിരുനാളിന്റെ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഏറ്റവും പ്രധാനം പാതിരാമണൽ എന്ന സ്ഥലം ദ്വീപ് കൃഷിയോഗ്യമാക്കി. 1ാമത്തെ ഭരണപരിഷ്കരണം. 2, ചങ്ങനാശ്ശേരി എന്ന സ്ഥലത്ത് ചന്ത സ്ഥാപിച്ചു. ചങ്ങനാശ്ശേരി ചന്ത. 3, കൊല്ലത്ത് ഹജൂർ കച്ചേരി, ഇന്നത്തെ സെക്രട്ടേറിയറ്റിന്റെ ആദ്യകാല രൂപമാണ് ഹജൂർ കച്ചേരി. കൊല്ലത്താണ് ഹജൂർ കച്ചേരി. അത് സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. 4, ഇദ്ദേഹം സഞ്ചരിക്കുന്ന കോടതികൾ ആരംഭിച്ചു. അപ്പൊ വേലുത്തമ്പിയുടെ ഭരണപരിഷ്കാരങ്ങൾ ഒന്നോർത്തെ. പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി, ചങ്ങനാശ്ശേരി ചന്ത സ്ഥാപിച്ചു, ഹജൂർ കച്ചേരി കൊല്ലത്ത് ആരംഭിച്ചു, സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി, ചങ്ങനാശ്ശേരി ചന്ത സ്ഥാപിച്ചു, കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു, സഞ്ചരിക്കുന്ന കോടതികൾ കൊണ്ടുവന്നു. ഇത്രയാണ് അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കരണം. പക്ഷേ ബ്രിട്ടീഷുകാര് തിരുവിതാംകൂറിൽ നിയോഗിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു റെസിഡന്റ്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ അംഗീകരിച്ചു കൊടുത്ത നാട്ടുരാജ്യങ്ങളിലേക്ക് ഭരണകാര്യങ്ങൾ നോക്കി നടത്താനായി ഇംഗ്ലീഷുകാർ ഓരോ നാട്ടുരാജ്യത്തും ഓരോ ഉദ്യോഗസ്ഥനെ അയക്കും. ആ ഉദ്യോഗസ്ഥന്റെ പേരാണ് റെസിഡന്റ്. ഇവിടെ വന്ന റെസിഡന്റുമായി വേലുത്തമ്പി ശത്രുതയിലായി. ആ റെസിഡന്റുമായുള്ള ശത്രുതയാണ് വേലുത്തമ്പിയുടെ ദിവാൻ സ്ഥാനം നഷ്ടപ്പെടുത്തിയത്. ദിവാൻ സ്ഥാനം പോയി വേലുത്തമ്പിക്ക്. അപ്പം ആരുമായിട്ടാണ് ഇദ്ദേഹത്തിന് ശത്രുത ഉണ്ടായിരുന്നത്? വേലുത്തമ്പിക്ക് ശത്രുത ഉണ്ടായിരുന്ന റെസിഡന്റിന്റെ പേര് മെക്കാളെ എന്നാണ്. പേര് മറന്നുപോകരുത്, മെക്കാളെയുമായി ശത്രുതയുണ്ടായിരുന്ന റെസിഡന്റിന്റെ പേര് മെക്കാളെ എന്നാണ്. ഇനി ആ മെക്കാളയുമായി ഓൾറെഡി പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവിടുന്ന് ടാക്സ് പിരിച്ചു കൊടുക്കേണ്ട ദൗത്യം, അതായത് തിരുവിതാംകൂറിൽ നിന്ന് വലിയൊരു എമൗണ്ട് ടാക്സ് പിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം വേലുത്തമ്പി ദളവയുടെ തലയിലോട്ട് ആര് വെച്ചു കൊടുത്ത്? ഈ മെക്കാളെ വെച്ചു കൊടുത്ത്. വേലുത്തമ്പി പറഞ്ഞു അത്രയും ടാക്സ് പിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് വേലുത്തമ്പി അറിയിച്ചു. അത് തന്നെ ഒന്നാമത്തെ ഒരു പ്രശ്നമായിരുന്നു. അതിന് പുറമെ തിരുവിതാംകൂറിലെ ഒരു പ്രമാണി മാത്തൂത്തരകൻ എന്നാണ് ആളുടെ പേര്. പേരൊന്ന് ശ്രദ്ധിക്ക്, മാത്തൂത്തരകൻ. പേരൊന്നുകൂടി ശ്രദ്ധിക്ക്, മാത്തൂത്തരകൻ എന്നാണ്. അയാള് ഇവിടെ അഴിമതി കാണിച്ചപ്പം വേലുത്തമ്പി അത് കണ്ടുപിടിച്ച്, മാത്തൂത്തരകൻ. എന്നിട്ട് അയാൾക്ക് വലിയൊരു ഫൈന് വേലുത്തമ്പി നൽകി. ഫൈൻ അടിച്ചു കൊടുത്തു വേലുത്തമ്പി. അതായത് പെനാൽറ്റി, ഇത്രയും ശിക്ഷ അനുഭവിക്കണം, ഇത്രയും തുക രാജ്യത്തിന് കെട്ടിവെക്കണം എന്നൊരു പെനാൽറ്റി മാത്തൂത്തരകൻ അടിച്ചു കൊടുത്തു. പേര് മറന്നു വരുന്നത് മാത്തൂത്തരകൻ അത് എന്ത് ചെയ്ത് മെക്കാളയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. അതായത് ഉത്തരവിട്ടത് വേലുത്തമ്പി, പക്ഷേ ഈ മാത്തൂത്തരകൻ എതിരെയാണ്. പേര് മറന്നു പോലെ എന്താണ്? മാത്തൂത്തരകൻ എതിരെയാണ് വേലുത്തമ്പി
പുറപ്പെടുവിച്ചത്. പക്ഷെ ഈ മാത്തൂ തരകൻ മെക്കാളയുടെ അടുത്തുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. ഈ രണ്ട് വിഷയങ്ങളാണ് വേലുത്തമ്പി ദളവയുടെ ദിവാൻ സ്ഥാനം നഷ്ടപ്പെടുത്തിയത്. ഏതൊക്കെ വിഷയം? കപ്പ കുടിശ്ശിക വിഷയം 1, മാത്തൂ തരകൻ വിഷയം 2. ഒന്നുകൂടി, കപ്പ കുടിശ്ശിക വിഷയം 1, മാത്തൂ തരകൻ വിഷയം 2. ഈ രണ്ട് വിഷയങ്ങൾ കാരണം വേലുത്തമ്പിയുടെ ദിവാൻ സ്ഥാനം പോയി. അങ്ങനെ വേലുത്തമ്പി മെക്കാളെ ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് ഭരണകർത്താക്കളോട് പോരാടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അദ്ദേഹം കൊച്ചിയിൽ പോയി കൊച്ചിയിലുണ്ടായിരുന്ന പാലിയത്തച്ഛനുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നു. അപ്പൊ വേലുത്തമ്പിയെ സഹായിച്ച കൊച്ചിയിലെ മന്ത്രിയുടെ പേരെന്താണ്? പാലിയത്തച്ഛൻ. വേലുത്തമ്പിയെ സഹായിച്ച കൊച്ചിയിലെ മന്ത്രിയുടെ പേരെന്താണ്? പാലിയത്തച്ഛനുമായി സഖ്യം ഉണ്ടാക്കുന്നു. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അത് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കൊടുത്തത്. കോഴിക്കോട് സാമൂതിരിയുമായും മൗറീഷ്യസിൽ ഉണ്ടായിരുന്ന ഫ്രഞ്ചുകാരുമായും ആശയവിനിമയം നടത്തി. ആര്? ഈ വേലുത്തമ്പിയും പാലിയത്തച്ഛൻ. അപ്പം കോഴിക്കോട് സാമൂതിരിയുമായും മൗറീഷ്യസിലെ ഫ്രഞ്ചുകാരുമായി ആശയവിനിമയം നടത്തി. ആര്? പാലിയത്തച്ഛനും വേലുത്തമ്പിയും. പക്ഷെ എന്നാലും സക്സസ് ആയില്ല. തുടർന്ന് പാലിയത്തച്ഛനെ അവർ നാട് കടത്തുന്നു. തുടർന്ന് കുണ്ടറ വിളംബരം നടത്തുന്നു വേലുത്തമ്പി ദളവ 1809 ജാനുവരി 11. ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കുന്ന അന്യായ ഭരണത്തിനെതിരെ, ഞാൻ എടുത്തു പറയുന്നു, തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കുന്ന അന്യായ ഭരണത്തിനെതിരെ പോരാടാൻ ജനങ്ങളോട് വേലുത്തമ്പി നടത്തിയ ആഹ്വാനത്തിന്റെ പേരാണ് കുണ്ടറ വിളംബരം. എഴുതി പഠിക്കുക, പുതിയ പിള്ളേർ എഴുതി തെളിയുക. 1809 ജാനുവരി 11 കുണ്ടറ വിളംബരം നടത്തുന്നത്. തുടർന്ന് ബ്രിട്ടീഷുകാർ വേലുത്തമ്പിയെ പിടിക്കാൻ തീരുമാനിക്കുന്നു. വേലുത്തമ്പി തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നു. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് 1809 മാർച്ച് മാസം 29 ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ പഴശ്ശിരാജാവ് 1805 നവംബർ 30 ആത്മഹത്യ ചെയ്തത്. വേലുത്തമ്പി 1809 മാർച്ച് 29. ആത്മഹത്യ ചെയ്ത സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി എന്ന സ്ഥലത്താണ്. എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി എന്ന സ്ഥലത്ത് വെച്ച് ആത്മഹത്യ ചെയ്തു. വേലുത്തമ്പിയെ പിടിച്ച സൈനിക തലവന്റെ പേര് കേണൽ ലീഗർ എന്നാണ്. എന്നാൽ പഴശ്ശിരാജയെ ആർത്തർ വെല്ലസ്ലി, പേര് മറന്നുപോലെ, പഴശ്ശിരാജയെ പിടിച്ചത് ആർത്തർ വെല്ലസ്ലി, വേലുത്തമ്പിയെ കേണൽ ലീഗർ. ആരാണ് കേണൽ ലീഗർ? ഇദ്ദേഹത്തിന്റെ മൃതശരീരം പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂല എന്ന സ്ഥലത്ത് വേലുത്തമ്പിയുടെ മൃതശരീരം പ്രദർശിപ്പിച്ചു. വേലുത്തമ്പിയുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു എവിടെ തന്നെയാണ്? മണ്ണടിയിൽ സ്ഥിതി ചെയ്യുന്നു, പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി. അപ്പൊ ഈ 15 പോയിന്റ് ഒന്ന് കഥ പോലെ പഠിക്കാം. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി ദളവ ജനിച്ചത് കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം എന്ന സ്ഥലത്താണ്. വേലുത്തമ്പി ദളവ തുടക്ക കാലഘട്ടത്തിൽ ജയന്തൻ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന ദളവയ്ക്കെതിരെ പ്രക്ഷോഭം നയിക്കുന്നു. ആ പ്രക്ഷോഭം നാട്ടുകൂട്ടം ഇളക്കം എന്ന പേരിൽ അറിയപ്പെടുന്നു. പിൽക്കാലത്ത് തിരുവിതാംകൂറിന്റെ ദിവാനാവുന്നു വേലുത്തമ്പി. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ എന്ന രാജാവിന്റെ ദിവാനായിരുന്നു. പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി. ചങ്ങനാശ്ശേരിയിൽ ചന്ത സ്ഥാപിച്ചു. സഞ്ചരിക്കുന്ന കോടതികൾ കൊണ്ടുവന്നു. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. ഇദ്ദേഹവുമായി ശത്രുതയിലായ ബ്രിട്ടീഷ് റെസിഡന്റിന്റെ പേര് കേണൽ മെക്കാളെ എന്നാണ്. മാത്തൂ തരകനുമായി നല്ല ബന്ധം വേലുത്തമ്പിക്കില്ലായിരുന്നു, പക്ഷേ മെക്കാളയ്ക്കുണ്ടായിരുന്നു. മാത്തൂ തരകൻ വിഷയവും കപ്പ കുടിശ്ശിക വിഷയവും വേലുത്തമ്പിയുടെ ദിവാൻ സ്ഥാനം നഷ്ടപ്പെടുത്തുന്നു. തുടർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി പോരടിക്കുന്നു. അതിന് കൂടെ നിന്ന് സഹായിച്ചത് കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛനാണ്. കോഴിക്കോട് സാമൂതിരിയുമായി മൗറീഷ്യസിലുണ്ടായിരുന്ന ഫ്രഞ്ചുകാരുമായി പോലും ഇവർ ആശയവിനിമയം നടത്തിയിരുന്നു. കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചു 1809 ജാനുവരി 11. തുടർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു 1809 മാർച്ച് 29. ആത്മഹത്യ സ്ഥലം മണ്ണടി എന്ന സ്ഥലത്ത് വെച്ചാണ്. അദ്ദേഹത്തെ പിടികൂടിയ സൈനിക തലവന്റെ പേര് കേണൽ ലീഗർ എന്നാണ്. മൃതശരീരം പ്രദർശിപ്പിച്ചത് കണ്ണമ്മൂലയിലാണ്. വേലുത്തമ്പിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണടിയിലാണ്. മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാലും മണ്ണടിയിലാണ്. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കടക്കാം. വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏത്? ചേരാത്തത് ഇത്രയും നേരം നിങ്ങൾ ക്ലാസ് കണ്ടതാണ്. തിരുവിതാംകൂറിലെ ദളവയായിരുന്നു. ശരി. മാത്തൂ തരകനെ സംരക്ഷിച്ചു എന്നുള്ളതാണ് തെറ്റ്. ഞാൻ എടുത്തു പറഞ്ഞാണ്. മാത്തൂ തരകനായിട്ട് ഇയാൾ എതിർപ്പായിരുന്നു. മെക്കാളയുമായി ശത്രുതയിലായിരുന്നു. ശരി. അങ്ങനെയാണെങ്കിൽ ചേരാത്ത പ്രസ്താവന ഏത് മാത്രമാണ്? 2 മാത്രമാണ്. ചേരാത്തത്, അതായത് മാത്തൂ തരകനെ സംരക്ഷിച്ചു, അത് ചേരുന്നില്ല. ബാക്കി രണ്ടും വേലുത്തമ്പിയായിട്ട് ചേർന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1812 ആരംഭിച്ച കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സമരങ്ങളിൽ ഒന്നാണ് കുറിച്യർ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക ആദിവാസി കലാപമാണ് കുറിച്യർ കലാപം. 1812 മറന്നുപോരുത്. കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരെന്നാണ് ചോദ്യം. രാമനമ്പി എന്ന നേതാവാണ്. ആരാണ്? രാമനമ്പി. അപ്പൊ 1 മിനിറ്റ് ഒന്ന് നല്ലതായിട്ട് ശ്രദ്ധിക്കുക. എന്തിനാണ് കുറിച്യർ കലാപം നടന്നത്? നിങ്ങൾക്കറിയാം, കലക്കൽ ചന്തു പഴശ്ശിരാജാവിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പോരാളിയായിരുന്നു. അദ്ദേഹം ഈ കുറിച്യർ വിഭാഗത്തിന്റെ നേതാവായിരുന്നു. അതായത്
ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗമായിരുന്നു ഈ കുറിച്യർ. പക്ഷെ പഴശ്ശിരാജാവ് മരിച്ചു. പിന്നീട് പതുക്കെ പതുക്കെ ഈ വയനാട്ടില് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഉറപ്പിച്ചു. പിന്നീട് അവർ ആദിവാസികളെ ചൂഷണം ചെയ്തു തുടങ്ങി. എന്തൊക്കെയാണ് ചൂഷണം? ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് ആദിവാസികളിൽ നിന്ന് ബ്രിട്ടീഷുകാർ ടാക്സ് പിരിച്ചെടുക്കും. പക്ഷെ ബ്രിട്ടീഷുകാർ പറയുന്നത് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ടാക്സ് ആയിട്ട് വേണ്ട. ഞാൻ പറയുന്നത് മനസ്സിലായി? കാർഷിക ഉൽപ്പന്നങ്ങൾ തരണ്ട, പകരം മണി തന്നാൽ മതി, കാശ് പണമായി മാത്രമേ നികുതി സ്വീകരിക്കുകയുള്ളൂ എന്ന നിലപാട്. വീണ്ടും ഞാൻ പറയുന്നു, പണമായി മാത്രമേ നികുതി സ്വീകരിക്കുകയുള്ളൂ എന്ന ബ്രിട്ടീഷ് നിലപാട്. 2, ഇനി പണമായി നികുതി കൊടുത്തില്ലെങ്കിൽ ആദിവാസികളുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. 2ാമത്തെ റീസൺ. 3ാമത്തെ റീസൺ, ആദിവാസികൾ ചെയ്തിരുന്ന ഒരു കൃഷി രീതിയാണ് വെട്ടിച്ചുട്ട് കൃഷി. ഏത് രീതിയാണ്? വെട്ടിച്ചുട്ട് കൃഷി. ആദിവാസികൾ വനത്തിൽ ചെയ്തിരുന്ന ഒരു കൃഷി സിസ്റ്റമാണ് വെട്ടിച്ചുട്ട് കൃഷി. ആ വെട്ടിച്ചുട്ട് കൃഷി ബ്രിട്ടീഷുകാർ നിരോധിച്ചു. ഇതൊക്കെയാണ് കുറിച്യർ കലാപത്തിന് കാരണം. അങ്ങനെ ഒരു അവസരം ഉണ്ടായപ്പോൾ കുറിച്യരുടെ ഇടയിൽ പോയി അവരെ പോരാട്ടത്തിന് പ്രചോദിപ്പിച്ച വ്യക്തിയാണ് രാമനമ്പി. ആരാണ്? രാമനമ്പി. പേര് മറന്നുപോരുത്, രാമനമ്പി. ഇദ്ദേഹമാണ് കുറിച്യർ കലാപത്തിന്റെ നേതാവ്. അപ്പൊ വളരെ വ്യക്തമായിട്ട് പഠിക്ക്. കുറിച്യർ കലാപത്തിന്റെ കാരണം പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ബ്രിട്ടീഷുകാർ അധികം നികുതി ചുമത്തിയതാണ് 1ാമത്തെ റീസൺ. 2ാമത്തെ റീസൺ, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. 3, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. വെട്ടിച്ചുട്ട് കൃഷി, കാടുകൾ നടത്താൻ അനുവദിക്കാത്തത്. ഇത്രയുമാണ് കുറിച്യർ കലാപത്തിന്റെ മെയിൻ റീസൺ. ഞാൻ വീണ്ടും പറയുന്നു, ഉയർന്ന നികുതി പരിഷ്കരണം, നികുതി പണമായി മാത്രമേ അടയ്ക്കാവൂ എന്ന നിലപാട്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്, വെട്ടിച്ചുട്ട് കൃഷി, കാടുകൾ നടത്താൻ അനുവദിക്കാത്തത്. ഇതായിരുന്നു കാരണം. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 10 പോയിന്റാണ്. ഈ 10 പോയിന്റ് നല്ലതായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ മതി. LGS ഇനി ഇതേ ചോദിക്കും. 1, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക ഗോത്രവർഗ കലാപമാണ് കുറിച്യർ കലാപം. കുറിച്യർ കലാപം ഒരു നികുതി പരിഷ്കരണത്തിനെതിരാണെന്ന് ഞാൻ പഠിപ്പിച്ചില്ലേ? ശ്രദ്ധിച്ചോ? ആ നികുതി പരിഷ്കരണം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് തോമസ് വാർഡൻ. ആ നികുതി പരിഷ്കരണം, അതായത് വയനാട്ടിൽ ആദിവാസികളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ നികുതി പരിഷ്കരണം കൊണ്ടുവന്ന ആളുടെ പേര് മറന്നു വരുത്, തോമസ് വാർഡൻ. എവിടെയാണ് കുറിച്യർ കലാപം നടന്നത്? വയനാട്ടിലാണ്. 1812 മാർച്ച് 25. വളരെ ഇമ്പോർട്ടന്റ്. തുടങ്ങിയ ദിവസേ 1812 മാർച്ച് 25 കുറിച്യരും പങ്കെടുത്തു, കുറുമ്പരും പങ്കെടുത്തു. അതിനുശേഷം കുറിച്യർ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. കുറിച്യർ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. പിന്നെ മറ്റു നേതാക്കൾ പ്ലാക്ക ചന്തു, വെൺകലോൻ കേളു, 1000 വീട്ടിൽ കോന്തപ്പൻ. ഇതൊന്നും LGS പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല, എന്നാൽ ഒരു തവണ കേട്ടിട്ട് പോവുക. പ്ലാക്ക ചന്തു, വെൺകലോൻ കേളു, 1000 വീട്ടിൽ കോന്തപ്പൻ. കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. പുൽപ്പള്ളി മുരുക്കന്മാർ ക്ഷേത്ര മാർച്ച് ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. പുൽപ്പള്ളി മുരുക്കന്മാർ ക്ഷേത്ര മാർച്ച് കുറിച്യർ കലാപമാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ പുൽപ്പള്ളിയിലുള്ള സീതാദേവി ക്ഷേത്രമാണ് ഈ മുരുക്കന്മാർ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. പണ്ട് കലാപം നടക്കുമ്പോൾ ആദിവാസികൾ ഈ ക്ഷേത്രത്തിലേക്ക് മാർച്ച് നടത്തിയതിനു ശേഷമാണ് അവരുടെ സമരങ്ങൾ ആരംഭിച്ചിരുന്നത്. അതുകൊണ്ട് പുൽപ്പള്ളി മുരുക്കന്മാർ ക്ഷേത്ര മാർച്ച് ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ കുറിച്യർ കലാപം. കുറിച്യർ കലാപം അടിച്ചമർത്തിയ സൈനിക ബ്രിട്ടീഷ് കളക്ടറാണ് TH ബാബർ. ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ പഴശ്ശിരാജാവിന്റെ കലാപത്തെ അടിച്ചമർത്തിയത്. എന്നാലും TH ബാബർ ഈ കുറിച്യർ കലാപത്തിന് വില നൽകി. കാരണം അദ്ദേഹം പറഞ്ഞു, 1 മാസം കൂടി കുറിച്യർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ രാജ്യം തന്നെ അവർ പിടിച്ചെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞത് TH ബാബറാണ്. അവരുടെ സമരത്തോട് TH ബാബറിന് ഒരു റെസ്പെക്റ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പേര് മറന്നു വരുത്, TH ബാബർ. അപ്പൊ ഈ 10 പോയിന്റും കഥ പോലെ പഠിക്കാം. ശ്രദ്ധിച്ചോ? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക ഗോത്രവർഗ കലാപമാണ് കുറിച്യർ കലാപം. തോമസ് വാർഡൻ എന്ന ഉദ്യോഗസ്ഥന്റെ നികുതി പരിഷ്കരണങ്ങൾക്കെതിരെയായിരുന്നു കുറിച്യർ കലാപം. കുറിച്യർ കലാപത്തിന്റെ റീസൺ, അധികം നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ ഭൂമി പിടിച്ചെടുത്തത്, നികുതി പണമായി മാത്രമേ സ്വീകരിക്കൂ എന്ന നിലപാട്, വെട്ടിച്ചുട്ട് കൃഷി നിർത്തലാക്കിയത്. അതിനുശേഷം വയനാട്ടിൽ നടന്നു 1812 മാർച്ച് 25 കുറിച്യർ കലാപത്തിന് നേതൃത്വം കൊടുത്തത് കുറിച്യരും കുറുമ്പരും. രാമനമ്പിയായിരുന്നു പ്രധാന നേതാവ്. പ്രാക്കച്ചന്തു, വെൺകലോൻ കേളു, 1000 വീട്ടിൽ കോന്തപ്പൻ, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം, പുൽപ്പള്ളി മുരുക്കന്മാർ ക്ഷേത്ര മാർച്ച് കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുറിച്യർ കലാപം അടിച്ചമർത്തിയത് TH ബാബർ എന്ന ബ്രിട്ടീഷ് കളക്ടറാണ്. അപ്പോൾ കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സമരങ്ങൾ എന്ന മേഖലയിൽ നിന്ന് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളും അതിൽ ഏകദേശം വസ്തുതകളും നമ്മൾ ഈ സെഷനിൽ ചർച്ച ചെയ്തു. ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പോർഷനും പറയുന്നതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിൽ കവർ ചെയ്യുന്നത് വേണ്ട. അല്പം സ്പീഡിൽ പലതും പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ ഇതിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യം വരിക. കൃത്യമായി പഠിക്കുക. നന്ദി.